ബ്ലെസ്സിങ്സ് എവറിവൺ. ഏവർക്കും സ്വാഗതം. ഒരു ഷോർട്ട് മെസ്സേജ് സങ്കീർത്തനം 110:1 നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യയെ വാഴുക. നമുക്ക് കൂടി വചനം ബാധകമായിട്ടുള്ള വചനമാണ്. അവിടെ പറയുന്നു, ഞാൻ ദൈവം തന്നെ നമ്മുടെ ശത്രുക്കളുടെ നമ്മുടെ പാദപീഠമാക്കും. ദൈവത്തിന്റെ വചനം പറയാണ്, അങ്ങനെ പാദപീഠമാക്കുന്നവരെ യു ഹാവ് ടു സ്റ്റേ ഇൻ പീസ്, ജോയ് ആൻഡ് പീസ്. നമുക്കറിയാം, ഒരു പാദപീഠം എന്തിനാണ് വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മുടെ പാദങ്ങൾ ചവിട്ടി വെക്കുവാൻ വേണ്ടിയാണ് പാദപീഠം ഉപയോഗിക്കുന്നത്. ഫുഡ് സ്റ്റോൾ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ എനിമീസ്, ഹല്ലേലൂയ, നമ്മുടെ എനിമീസ് എന്തൊക്കെയാ? ഹല്ലേലൂയ, ദാരിദ്ര്യം നമ്മുടെ എനിമിയാണ്, രോഗം നമ്മുടെ എനിമിയാണ്. ചിലപ്പോൾ പല വ്യക്തികളെയും പൈശാചിക മണ്ഡലം നമ്മുടെ ശത്രുക്കളായിട്ട് ഉപയോഗിക്കാം. വ്യക്തിയല്ല നമ്മുടെ ശത്രു, വാസ്തവത്തിൽ അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ് നമ്മുടെ ശത്രു എന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കും. ഹല്ലേലൂയ. അതുവരെ നീ യു ഹാവ് ടു സ്റ്റേ ഇൻ ജോയ് ആൻഡ് പീസ്. ഹല്ലേലൂയ. കർത്താവിൽ തന്നെ നിങ്ങളുടെ ഫോക്കസ് വയ്ക്കുക. കർത്താവിൽ തന്നെ നമ്മൾ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെയല്ലേ പറയണ്ടേ? ഹല്ലേലൂയ. യേശുവിനെ നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ശോഭിച്ചു. ഒരിക്കലും നമ്മൾ, ഹല്ലേലൂയ, കർത്താവിനെ മാത്രമാണ്. ദാവീദ് നോക്കി കർത്താവിനെ മാത്രം, അല്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോയില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. ശലോമോന്റെ ഹൃദയം തൻ്റെ അപ്പൻ്റെ ഹൃദയം പോലെ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ലെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് എന്ത് പറ്റി? ശലോമോൻ അവസാന നാളുകളിൽ പല ജാതീയ ദേവന്മാരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അധപതിച്ചുപോയി. നമ്മുടെ ഹൃദയം നമ്മുടെ ദൈവത്തിൽ എപ്പോഴും ഏകാഗ്രമായിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി ശത്രുക്കൾ നമ്മുടെ ചുറ്റും നിന്ന്, അത് രോഗമായിരിക്കാം, അല്ല വ്യക്തികളിലൂടെ പിശാച് ഇടപെടാം, പല സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമ്മുടെ കടന്നു വരാം. പക്ഷെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഫോക്കസ് ക്രിസ്തു ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയല്ലേ യോസേപ്പിന്റെ കഥ. ജോസഫിനെ കുറിച്ച് നോക്കിയാൽ, തൻ്റെ ജ്യേഷ്ഠന്മാരാണ് ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു, പിന്നെ എടുത്ത് വിറ്റു. അല്ലല്ലോ, ജോസഫ് ചെന്ന് പെട്ടത് പോത്തിഫറിന്റെ ഭവനത്തിൽ. ആ പോത്തിഫർ എന്ന രാജാവിന്റെ അയാളുടെ ഭാര്യയ്ക്ക് ജോസഫിനോട് ഒരു ഇഷ്ടം തോന്നുന്നു. അത് ജോസഫ് റിജക്റ്റ് ചെയ്യുന്നു. ഞാൻ ദൈവത്തോട് ഈ പാപം എങ്ങനെ ചെയ്യുമെന്നാണ് ജോസഫ്. ഒരു ന്യായപ്രമാണം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ജോസഫിന്റെ ഫോക്കസ് ദൈവമായിരുന്നു. ജോസഫിന്റെ ഫോക്കസ് ദൈവം കൊടുത്ത സ്വപ്നമായിരുന്നു. ഹല്ലേലൂയ, ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, പിന്നീട് ജോസഫ് കാരാഗ്രഹത്തിലേക്കാണ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. തൻ്റെ സഹോദരങ്ങൾക്കെതിരെ പിറുപിറുത്തുന്ന ഒരു വചനമില്ല, പോത്തിഫറിനെതിരെ ചെയ്തെന്ന ഒരു വചനമില്ല. ഹല്ലേലൂയ. താൻ ഫറവോന് കീഴെ ഈജിപ്തിന്റെ ഏറ്റവും വലിയ മേലധികാരിയായിട്ട് ഉയർത്തിയപ്പെടും. ജോസഫ് ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ചെയ്തതായിട്ട് വചനത്തിലില്ല. നമ്മളൊന്ന് നോക്കിയ ജോസഫിന്റെ ഒരു ഹൃദയം എന്താണെന്ന്. ഹല്ലേലൂയ. ഇങ്ങനത്തെ ഒരു ഹൃദയം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ജോസഫ് ഫോക്കസ് ചെയ്ത പോലെ ദൈവത്തെ തന്നെ നമുക്ക് ഈ നാളുകളിൽ കർത്താവിനെ തന്നെ നമ്മുടെ ഫോക്കസ് ആയിരിക്കട്ടെ. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരങ്ങൾ ജോസഫിന്റെ മുമ്പാകെ ഒന്ന് വണങ്ങുന്ന നമുക്ക് കാണാം. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത ദിവസം തന്നെ സംഭവിക്കണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം മാറത്തില്ല. അല്ലല്ലോ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല, വള്ളിപ്പുള്ളിയെങ്കിലും മാറത്തില്ല. നിങ്ങളെ ക്ലേശിപ്പിച്ചവരും നിങ്ങളെ ക്ലേശിപ്പിച്ചവരുടെ മക്കളും വണങ്ങിക്കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ദൈവം അത് ചെയ്യും. ഹീ വിൽ ടേൺ അറൗണ്ട് എവറിത്തിങ് ഫോർ യു. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് 6-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. ഞാൻ ചുരുക്കി പറയാം. ഹാമാൻ എന്ന വ്യക്തി മൊർദെഖായിക്കെതിരെ, മൊർദെഖായി നിമിത്തം അല്ലെങ്കിൽ യഹൂദന്മാരെ മുഴുവൻ മുടിച്ചു കളയുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിനുള്ള കൽപ്പനകൾ രാജാവിൽ നിന്ന് പുറപ്പെടുവിച്ച വ്യക്തിയാണ്. പക്ഷെ രാജാവ് ഹല്ലേലൂയ ഈ ഹാമാനെ തന്നെ മൊർദെഖായിയെ മാനിക്കാനായിട്ട് ഏർപ്പാടാക്കി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഹാമാന് മൊർദെഖായിയെ മാനിക്കേണ്ടതായിട്ട് വന്നു.
നമുക്കറിയാം ഹാമാൻ്റെ കുടുംബത്തെ മുഴുവൻ രാജാവ് തൂക്കിലേറ്റു എന്ന് പിന്നത്തേതിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ നിങ്ങൾക്ക് പാദപീഠമാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹോൾഡ് യുവർ പീസ്. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം നമ്മൾ നഷ്ടപ്പെടരുത്. അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളിലേക്ക് നോക്കാനല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മുടെ ദൈവത്തിലേക്ക് നോക്കാനാ. സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഗോലിയാത്തിന് മുമ്പേ നിന്നു. ഹല്ലേലൂയ. ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്യാൻ യഹോവ തന്നെയായിരുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഫോക്കസ് നമ്മുടെ ദൈവമായിരിക്കണം. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ഫോക്കസ് ആയിരിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഫോക്കസ് ആയിരിക്കട്ടെ. കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു എന്ന് പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ഫോക്കസ്, ഹല്ലേലൂയ, അപ്പോസ്തലന്റെ ഫോക്കസ് യേശു ആയിരുന്നു. നമ്മുടെയും ഫോക്കസ് ഈ നാളുകൾ കർത്താവ് യേശു ക്രിസ്തു മാത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മുടെ പ്രശ്നങ്ങളെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്കെതിരെ ചെയ്തവർക്കെതിരെ ഒരു അവഞ്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വൈരാഗ്യത്തോടെ പെരുമാറുമ്പോൾ ദൈവം ആ സീനിൽ നിന്ന് മാറി നിൽക്കും. പക്ഷെ നമ്മൾ മാറി നിന്ന് ദൈവത്തിന് അവസരം കൊടുക്കും. ചിലപ്പോൾ അത് അടുത്ത ദിവസം നടന്നെന്ന് വരില്ല. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ 1, 2, 3, 4, 10 വർഷങ്ങളെടുത്തേക്കാം. യോസേപ്പിൻ്റെ ജീവിതത്തിൽ വർഷങ്ങളെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷേ ഹല്ലേലൂയ നാളുകളിൽ നിന്ന് നമ്മുടെ സമാധാനം കളയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ദൈവം വലിയവനാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ക്ലേശിപ്പിച്ചവർ മടങ്ങി വരും. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അവർ നമ്മളെ വന്ന് വണങ്ങും. അവർ നിങ്ങളെ വന്ന് വണങ്ങും. ഈ കർത്താവിൽ വിശ്വസിക്കാം. ദൈവം ഈ വചനത്തെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു ഓൾ.